എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിന്റെ എപ്പിസോഡ് 101. ഇത്ര നാൾ വീഡിയോ ഇടാത്തത് അതെന്താണെന്ന് നോക്കിയാൽ ഈ ആനിമ ഇടുന്നവര് അവർ വീഡിയോ ഇട്ടില്ല, എന്തോ ഒരു പ്രീക്വൽ സീരീസ് അതിട്ടതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ എല്ലാവരും ബ്ലഡ് പൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. 10 പേരാണല്ലോ, അവിടെ ഷിയോയിന് എത്തിയിട്ടില്ല. ഫെങ്ക്യുങ്ങർ ബ്ലഡ് പൂളിലേക്ക് എൻ്റർ ആയാലും അവരുടെ എബിലിറ്റി അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൂവിനോട് ഞാൻ ആഗ്രഹിക്കുന്നത് നീ എൻ്റെ പിറകിൽ നിന്ന് വന്ന് നിൽക്കരുത്. അതിനവൾ പറയുന്നത് ഷിയോയിൻ്റെ അടുത്ത് പോയി നീ നിൽക്കണ്ട, അവൻ്റെ 3000 ലൈറ്റനിങ് നിന്റെ ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതിന് ഫെങ്ക്യുങ്ങർ അവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടാണ്. അവളാണ് അവിടെ ഒരുത്തൻ വെറുതെ ഡയലോഗ് അടിക്കാനായിട്ട് വരുന്നത്. സാധാരണ 8 പേരാണല്ലോ ഉണ്ടാവുക, ഇപ്പോൾ 9ാമതുണ്ട്. വീക്കായവർ തന്നെ ഒഴിയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് എൻട്രാൻ്റെ അടുത്ത് വന്ന് പെരുമാറുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത അവള് നിനക്ക് അതിന് പറയാൻ യോഗ്യത്തില്ല, എന്നെ എത്തിച്ചത് ഷിയോയനാണ്. അവ പറഞ്ഞാലേ ഞാൻ കേൾക്കൂ, അല്ല നീ വരണ്ട എന്ന രീതിയിലെ ഫൈറ്റിന് എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ഷിയോയൻ നേരെ വന്ന് ഒറ്റയടി. ഇപ്പോൾ 10 ആയില്ലേ, കംപ്ലീറ്റ് ആയല്ലോ. വാങ്ങിച്ചെന്നെ പോയി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഷിയോയൻ നീ യോഗ്യതയാണ്. അതിന് ഫെങ്ക്യുങ്ങർ അവനെ കൊല്ലുന്നത് ഞാനായിരിക്കും. എവിടെ പോയാലും ഷിയോയന് അലീസിനേക്കാൾ എനിമീസാണ് ഉണ്ടാകുക. പിറകിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ആർക്കും പറ്റും. ഷിയോവിനെ ലൈറ്റനിങ് പൗലിയനെ ഞാൻ കണ്ടു, ഇനി അവസരം കിട്ടുമ്പോൾ നമുക്ക് ഏറ്റുമുട്ടാം എന്ന് പറഞ്ഞ് എൻട്രാനോട് കുഴപ്പമൊന്നുമില്ലല്ലോ. അവളും ഇല്ല എന്ന് തലയാടുന്നു. അപ്പോഴാണ് ബ്ലഡ് പൂളിൽ നിന്ന് മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. ആ എനർജി ക്രിസ്റ്റലിലേക്ക് പോകുന്നു. അങ്ങോട്ട് ജിൻഷി അതുപോലെ റാറ്റ് ട്രൈബിലെ 2 പേരും അവരുടെ ബ്ലഡ് പൂൾ ഓപ്പൺ ആകാൻ പോകുന്നു. അവരോട് പൊയ്ക്കോളാനായിട്ട് പറയുകയാണ്. അവർ പോയപ്പോൾ എൻട്രാനോട് അധികം താഴെ പോകേണ്ട, ഫയർ പോയിസൺ അതിന്റെ അറ്റാക്ക് അവോയ്ഡ് ചെയ്യും, നീ ഫിനിഷ് ചെയ്താൽ പിന്നെ എനിക്ക് വേണ്ടി കാത്തൽ കണ്ട നീ പൊയ്ക്കോ. അവളും അങ്ങനെ പോകുന്നു. അങ്ങനെ താഴേക്ക് ബ്ലഡ് പൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴേക്ക് പോകുമ്പോൾ ഒരു ഫയർ പോയിസൺ അത് അവളെ അറ്റാക്ക് ചെയ്തു. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ വരുന്നതിൽ അവോയ്ഡ് ചെയ്ത് പോയാണ്. അങ്ങനെ അവള് പോകുന്നു. ഈ സമയത്ത് റാറ്റ് ഡ്രൈവിലെ 2 പേര് അവിടെയുള്ള ഗോൾഡൻ ക്രിസ്റ്റൽസ് അതെടുത്ത് അബ്സോർവ് ചെയ്യുന്നു. സംഭവം ഇതാണ്, അബ്സോർവ് ചെയ്യേണ്ടത്. അടിയിൽ നിന്ന് ലൈൻ പോലെ ഒരുപാട് വരുന്നുണ്ട്. അതെടുക്കാനായിട്ട് എല്ലാവരും പോകുന്നു. അത് പിന്നെ മത്സരമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാനായിട്ട് നോക്കുന്നു. ഫെങ്ക്യുങ്ങർ എടുത്ത് അബ്സോർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൂ വന്ന് തട്ടിക്കൊണ്ടുപോയി. അവളുടെ പിറകെ പോകുന്നു. എന്നാൽ അതിനു മുമ്പ് അവൾക്ക് അത് കഴിഞ്ഞിരുന്നു. അയ്യ നിനക്ക് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അവളുടെ പിറകെ പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ക്രിസ്റ്റൽസ് അതെടുക്കാൻ റാറ്റ്സ് വരുമ്പോൾ വാങ്ങിച്ചത് അതെടുത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവനെ നിന്ന് ടാങ്ങിങ്ങും എടുത്തുകൊണ്ടുപോയി. പിന്നെ ഫെങ്ക്യുങ്ങർ ലൂവിനെ അവളുടെ ലൈറ്റനിങ് സ്പീഡിലോ ലൂവിനോ പിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി പോകുന്നുണ്ട്. അങ്ങോട്ട് വന്ന എൻട്രാൻ ഷിയോയൻ താഴേക്ക് വന്നോ എന്ന ഡൗട്ട് അവൾക്ക് ആ ക്രിസ്റ്റൽസ് എടുത്താണ് ചെയ്യേണ്ടത് എന്നത് മനസ്സിലായി. എന്നാൽ അത്ര എളുപ്പമല്ല. ഇത്ര പേര് പരസ്പരം എടുക്കാൻ ശ്രമിക്കുന്നു, അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. ഈ സമയം ഷിയോയൻ അടിയിലെത്തിയിരുന്നു. അവൻ പിന്നെ താഴേക്ക് പോകുന്നു. ഏറ്റവും ടോപ്പ് എന്നത് അടിയിലായിരുന്നു. അവിടെ ഫയർ പോയിസൺ മൂടിയതിനിടയിൽ അവിടെ ആയിട്ടൊരു സ്പേസ് പോർട്ടൽ അത് നോക്കിയിട്ട് അവൻ ആ ആക്സസ് ചെയ്യേണ്ടത് വെച്ചു. അങ്ങനെ അത് മാറി. അപ്പോൾ ഒരുപാട് ഫയർ പോയിസൺ വരുന്നു. അത് അവനെ എക്സ്പെക്ട് ചെയ്തില്ല. ഇത് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിറകോട്ട് പോയിട്ട് ഗ്രീൻ ഫ്ലെയിം അത് ഉപയോഗിച്ച് ആവാത്തത് ഇല്ലാതാക്കി. ആൾറെഡി ഫാളൻ ഹാർട്ട് ഫ്ലെയിം ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിലൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് ട്രെയിനിങ് ചെയ്യാൻ സ്യൂട്ടബിൾ ആണ്. ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ വരില്ലായിരുന്നു. അങ്ങനെ ആവുമായിരുന്ന ഫയർ പോയിസൺ അത് മാറിയതോടെ അനേകായിരം ക്രിസ്റ്റൽസ് ഇവിടെ കാണുവാണ്. ഇതറിയാതെ കുറച്ച് മാത്രം മുകളിലേക്ക് വരുന്നത് അതെടുക്കാനായിട്ട് അടി ഉണ്ടാക്കുന്ന ബാക്കിയുള്ളവര്. ഷിയോയിൻ ആദ്യം തന്നെ ലൈറ്റിനിങ് ഉപയോഗിച്ച് പോയിട്ട് ആ ക്രിസ്റ്റൽസ് അത് അബ്സോർവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോഴാണ് ഷിയോയിന് മനസ്സിലായത് ഈ ക്രിസ്റ്റൽസ് നല്ല എഫിഷ്യൻസീവ് ആയിട്ടാണ് സോൾ പവർ ഡൗക്കൊക്കെ കൺവേർട്ട് ആക്കി കൊടുക്കുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആകും എന്നത് മനസ്സിലായതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ചെയ്ത് ഇലിഷറി ബോഡി അത് ഉപയോഗിക്കുന്നു. എന്നിട്ട് ഓടാനായിട്ട് തുടങ്ങി. 2 കൂടിയും ഒരേ ടൈമിൽ ഒരേ ഡയറക്ഷനിലോട്ട് ഓടുന്നു. അങ്ങനെ ആ സ്പീഡിൽ അത് അവിടെ കറങ്ങാനായിട്ട് തുടങ്ങി. അത് പിന്നെ അബ്സോർവ് ചെയ്യാനും തുടങ്ങി. ഇലൂഷറി ബോഡി കറങ്ങുകയും അവനത് അബ്സോർവ് ചെയ്യുന്നു. എന്നാൽ ഈ ചുഴലിക്കാറ്റ് പോലെ ആയതുകൊണ്ട് തന്നെ മുകളിൽ നിന്നുള്ളതൊക്കെ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങി. അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ഷിയോയനെ കാണാത്തതും അവനാണ് ചെയ്യുന്നത് എന്ന ഡൗട്ട് മനസ്സിലാക്കിയിട്ട് ഫെങ്ക്യുങ്ങർ ഇലൂഷറി ബോഡി അത് ഉപയോഗിച്ച് അവനെ കംപ്ലീറ്റ് ആക്കരുത്, ക്രിസ്റ്റൽസ് എല്ലാം കൊണ്ടുവരണം എന്ന് പറഞ്ഞു പോകുന്നു. ബാക്കിയുള്ളവരും പിറകെ പോയി. ഷിയോന്റെ ഇലൂഷറി ബോഡി കറക്കുന്നത് ഷിയോൻ അത് അബ്സോർവ് ചെയ്യുന്നു. അവർ വരുമ്പോൾ അത് പണിയാകുമോ എന്ന് നോക്കിയാൽ അപ്പോഴാണ് ആ ഫയർ പോയിസൺ മുകളിലേക്ക് പോയ ഫയർ പോയിസൺ അവിടെ എത്തി. ആദ്യം പോയ ഫെങ്ക്യുങ്ങറിന്റെ ഇലൂഷറി ബോഡി അത് സ്പോട്ടിൽ ഇല്ലാതായി. അപ്പോൾ അവള് ലെവൽ 1 2 എന്തോ ആണ്. ഈ സമയത്ത് എൻട്രാൻ പുറത്തെത്തി അവിടെ നിന്ന് പോയിരുന്നുണ്ട്. അവർക്ക് ആ സ്ട്രോങ് ആണെന്ന് മനസ്സിലായിട്ട് അവരും പോകുന്നു. ആ ഫയർ പോയിസൺ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും കിട്ടിയില്ല. ഷിയോനോടുള്ള കലിപ്പായിട്ട് ഫെങ്ക്യുങ്ങർ അത് കഴിഞ്ഞ് 2.5 മാസം കടന്നുപോയി. ഇവിടെ നിന്നുള്ള ഷിയോനെ അടിയിൽ കൾട്ടിവേഷൻ ചെയ്യുകയായിരുന്നു. ജിൻഷിയോട് ബാക്കിയുള്ളവരെല്ലാവരും പോയി എന്നൊക്കെ പറയുമ്പോഴാണ് ജിൻഷിയുടെ ഉള്ളിൽ ആ ഫയർ പോയിസൺ അത് കൂടുതൽ ബാധിച്ചതുപോലെ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ ബോട്ടം ഭാഗത്ത് പോയി നോക്കാം എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ. വെയിറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോഴാണ് പെട്ടെന്ന് അവിടെ മുഴുവൻ ഷേക്ക് ആകാനായിട്ട് തുടങ്ങി. ഹെവൻ ആൻഡ് എർത്ത് ബ്ലെസ്സിങ് വരെ ജിൻഷി അവന് നേടി. അവൻ ഡൗസോങ് ലെവലിൽ ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഷിയോയൻ കാത്തിരുന്ന ഡൗ ആൻസെസ്റ്റർ ലെവലിലേക്ക് എത്തി. അങ്ങനെ എനിക്ക് ആദ്യമായിട്ടാണ് ബ്ലഡ് പൂളിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഇനി ആദ്യമായിട്ട് ഡൗസോങ്ങിൽ എത്തുന്നത്.
ഷിയുവിന് പുറത്തുനിന്ന് അവൻ്റെ ബോഡിയിലുള്ള ആ പോയിസൺ അത് കാണാം. അത് ഈസിയായി സീൽ ചെയ്തല്ലോ അതുകൊണ്ട് അവനൊരു ഉപകാരമുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് അവൻ്റെ നെറ്റിലെ മാസ്റ്ററിൻ്റെ ആ സോൾ ഇൻപ്രിന്റ് അത് ആക്ടിവേറ്റ് ചെയ്യും. അവൻ ഡൗവാങ്ങിലാണ് ആദ്യമായിട്ട് അന്ന് മാസ്റ്ററുള്ള സ്ഥലത്ത് പോയത്. ഇപ്പോൾ ഡൗ സോങ് ആയപ്പോൾ പിന്നു പോകുന്നു. മുൻപ് കാണാൻ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഇപ്പോൾ അവൻ അടുത്തുവരെ പോകാൻ കഴിഞ്ഞു. മാസ്റ്റർ അടുത്ത് ചെന്നിട്ട് മാസ്റ്ററിനോട് ഞാൻ ഒരു ഇൻകംപ്ലീറ്റ് ഡിസിപ്ലിനാണ്, ടീച്ചറിനെ രക്ഷിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല, ഈ അവസ്ഥയിലായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരയുമ്പോഴാണ് മാസ്റ്റർ തന്നെ അവനോട് സംസാരിക്കുന്നത്. അതിലവന് ചെറിയ ഷോക്കായി കാണാൻ പറ്റുന്നുമുണ്ട്. അവനോട് ആര് പറഞ്ഞു ഈ ലെവലിൽ അച്ചീവ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞു, എനിക്ക് ഇതിലും ഒരു എന്താണ് വേണ്ടത്, ഹാൾ ഓഫ് സോൾ എന്നെ എന്ത് ചെയ്തെന്നാണ് അവൻ പ്രോമിസ് കൊടുക്കുന്നത്. എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ഉറപ്പായും വരും രക്ഷിക്കുകയും. അതിനായിട്ട് മാസ്റ്റർ ഒരു പുഞ്ചിരി, അവളാണ് വേറൊരു വോയിസ്, നിന്റെ സോൾ പവർ പിന്നെ വന്നു. അവനോട് പോകാനായിട്ട് മാസ്റ്റർ പറയുമ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ലേ എൻ്റെ സോൾ വേവ് അതും കടന്ന് ഇവിടെ ഒരാൾ വരുമെന്ന്. എന്നാൽ അത് മാത്രം പോരാ, ആ വന്നത് ഹാൾ ഓഫ് സോളിലെ ഒരു എൽഡറാണ് ഷുണ്ടിയാന്. ഷിയുവെ നേരിട്ട് അപ്പോഴാണ് കാണുന്നത്. നേരെ ഒരു അറ്റാക്ക് ആ കൈ പോലെയുള്ളത് അത് വിടുന്നു, അത് തടഞ്ഞു. ഷിയുവൻ പിന്നെ തടയാനായിട്ട് നോക്കി. രണ്ടുപേരും അവസാനം ഷിയുവിൻ്റെ സോൾ പവർ ഇല്ലാതായി. എന്നാൽ ഷിയുവൻ പിന്നെ വന്നു. അതുകൊണ്ട് ഷോക്കായി പോയി. ഏത് മോശമായ വഴിയാണെങ്കിലും ഞാൻ ബ്രേക്ക് ചെയ്ത് വരും. പിന്നെ അറ്റാക്ക് അതിലും ഇല്ലാതായി. അത് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് പിന്നെ വരുന്നത്. അടുത്ത തവണ ഇതെല്ലാം ചേർത്ത് ആ സഫറിങ്ങോടെ തിരിച്ചു വരും, ടീച്ചറിനെ എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്നെ വിശ്വസിക്കും എന്ന് മനസ്സിൽ പറയുന്നു. അത് മാസ്റ്ററിന് മനസ്സിലായി. അങ്ങനെ അതില്ലാതാക്കി സോൾ പവർ ഉപയോഗിച്ച് വന്നതുകൊണ്ട് തന്നെ അവന് നല്ല രീതിയിൽ ഇഞ്ചറി പറ്റി. മാസ്റ്റർ അവന് പുറത്തുനിന്ന് പ്രൗഡായി. ഷെട്ടിയാൻ നീ പേടിച്ചു. മാസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ചീഫിന് വേണ്ട മെഡിസിൻ നിനക്ക് ഉണ്ടാക്കാൻ കഴിവില്ലായിരുന്നെങ്കിൽ നീ ജീവനോടെ കാണില്ലായിരുന്നു, നീ ഹാൾ ഓഫ് സോളിൽ ചേരുന്നതാണ് നല്ലത്, നിന്നെ അവർ രക്ഷിക്കാൻ വരുമെന്ന് വിചാരിക്കണ്ട എന്ന മാസ്റ്ററിന് ഉറപ്പുണ്ട്. അവൻ അധികം നാൾ വെയിറ്റ് ചെയ്യിപ്പിക്കില്ലെന്ന്. ഷിയോയൻ മാസ്റ്ററിനോട് ഞാൻ ഉറപ്പായും വരും എന്ന് പിന്നെ പറയുകയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞതുപോലെ ജിൻഷിയുടെ ആ ഫയർ പോയിസൺ അത് മാറ്റുന്നത് പോലെ അവനോട് നീയാണ് ആദ്യമായിട്ട് ബ്ലഡ് പൂളിൽ നിന്നുകൊണ്ട് തന്നെ ഡൗ സോങ് ബ്രേക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്തെങ്കിലും ഡൗ സോങ് ലെവൽ ബ്രേക്ക് ചെയ്തത് ആദ്യമായിട്ടാണ്. അതിന് ഷിയോയൻ സീനിയറിൻ്റെ ഹെൽപ്പ് അതുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് പറ്റിയത്. അവൻ്റെ ഫ്രണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം മുൻപ് വരെ ഉണ്ടായിരുന്നു. ഇനി കാത്തിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പോയി. ജിൻഷി അവനോട് ഈ ഹെൽപ്പിനെ ഒരിക്കലും മറക്കില്ല. ഗോൾഡ് ഈറ്റിംഗ് റാറ്റ് ഡ്രൈവ് എന്നും അവൻ്റെ കൂടെ കാണും. അവന് വേണ്ട ഇൻഫർമേഷൻസ് അത് ചോദിക്കാനായിട്ട് പറയുമ്പോൾ അതോ അവർക്ക് അറിയാത്ത കാര്യങ്ങളായിട്ട് ഒന്നുമില്ല, റാറ്റാണല്ലോ എല്ലായിടവും കാണും. സ്റ്റീവൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഏൻഷ്യൻ്റ് ക്ലാനിനെ പറ്റി അറിയാമെന്നാണ്. അത് കേട്ടെന്ന് ഞെട്ടി. ഇപ്പോൾ എന്തിനാണ് ഏൻഷ്യൻ്റ് ക്ലാനിനെ പറ്റി ചോദിക്കുന്നത്? അതിനെപ്പറ്റിയുള്ള ന്യൂസ് അതറിയാൻ വേണ്ടിയാണ്. അവന് പറയാനായിട്ട് തുടങ്ങി. സെൻട്രൽ പ്ലെയിനിലുള്ള ഏൻഷ്യൻ്റ് ക്ലാനിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു പേര് എല്ലാവരും പേടിക്കുന്നുണ്ട്. ഹാൾ ഓഫ് സോള്, പിൽസ് പഗോഡ അല്ലെങ്കിൽ വേൾഡ് ഓഫ് മോൺസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ഏൻഷ്യൻ്റ് ടൈമിൽ ഫാമിലി ക്ലാൻ ഇൻഹെറിറ്റ് ആയവരാണ്. അതുപോലെ അവരിൽ ആരെങ്കിലും ഒരു ഡൗ ഡി അല്ലെങ്കിൽ ഡൗ ഗോഡ് ആയവരുണ്ടായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന അടുത്ത എപ്പിസോഡ് എന്താകുന്നത് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ.